السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയം നിറഞ്ഞ ഫോക്കസ് PSC പഠിതാക്കളെ, ഏറ്റവും അവസാനം കഴിഞ്ഞ LP എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത് ലിറ്ററേച്ചറിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വേഗം നമ്മുടെ സെഷനിലേക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ, അപ്പോളോ, ജമാഅത്ത് അപ്പോളോ ആരുടെ വീട്ടിൽ വെച്ചാണ് തുടങ്ങിയത് എന്നാണ് ചോദ്യം. നമുക്കറിയാം, ജമാഅത്ത് അപ്പോളോ തുടങ്ങിയത് അഹമ്മദ് ഷൗക്കിയുടെ വീട്ടിൽ വെച്ചാണ്. ജമാഅത്ത് അപ്പോളോ തുടങ്ങിയത് അഹമ്മദ് ഷൗക്കിയുടെ വീട്ടിൽ വെച്ചാണ്. നമുക്കറിയാം, ജമാഅത്ത് അപ്പോളോ 1932 തുടങ്ങി. അഹമ്മദ് സക്കി അബുഷാദി ആയിരുന്നു അതിന്റെ സ്ഥാപകൻ. ആദ്യമായിട്ട് അതിന്റെ മീറ്റിംഗ്, ജമാഅത്ത് അപ്പോളോയുടെ മീറ്റിംഗ് നടന്നത് അഹമ്മദ് ഷൗക്കിയുടെ വീട്ടിൽ വെച്ചായിരുന്നു. നമുക്കറിയാം, മദ്രസ ദീവാൻ 3 പേര് തുടങ്ങി. ഷുക്കിരി, മാസിനി, അക്കാദ്. ഈ 3 പേര് ദീവാനും കൊണ്ട് ഞാൻ നടക്കുകയായിരുന്നു. പക്ഷെ അവരുടെ ഇടയിൽ തന്നെ പല പ്രശ്നങ്ങളും വന്നു. അങ്ങനെ അവര് തല്ലിപ്പിരിഞ്ഞു. ഇവര് മറ്റുള്ളവർക്കൊക്കെ എതിരെ ശക്തമായിട്ട് എഴുതുന്ന ആളുകളായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ ഇവരുടെ ഇടയിലും ഭിന്നിപ്പ് വന്നു. ആ ഭിന്നിപ്പ് വന്നതാണ് ജമാഅത്ത് അപ്പോളോയുടെ ഒരു തുടക്കം. ഏതായാലും ജമാഅത്ത് അപ്പോളോ 1932 അഹമ്മദ് സക്കി അബുഷാദിയാണ് തുടങ്ങുന്നത്. ആരുടെ വീട്ടിൽ വെച്ചാണ്? അഹമ്മദ് ഷൗക്കിയുടെ വീട്ടിൽ വെച്ചാണ്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ അഹമ്മദ് ഷൗക്കി അന്ന് 1932 ഏകദേശം വഫാത്താവാനായ സമയമാണ്. അസുഖബാധിതനാണ്. അഹമ്മദ് ഷൗക്കി ആയിരുന്നു അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇതിന്റെ ആൻസർ ഒന്ന് തരൂ. 2 ഇബാറത്തുകൾ വായിക്കുക, ശരിയായ ആൻസർ കണ്ടെത്തുക. ഈ രൂപത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഇപ്പോൾ നടന്ന എക്സാമിന് നമ്മൾ കണ്ടു. ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ ഒക്കെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഒരുപാട് സമയം ചെലവഴിക്കണം. അതോടുകൂടെ ചില കൺഫ്യൂഷൻ വരും. ഇവിടെ കറക്റ്റ് ആൻസർ കിലാഹുമ സ്വഹീഹുൻ. കിതാബുൽ ബുഖലാ നമുക്കറിയാം, ജാഹിദിന്റെ കിതാബാണ്. അൽ ബഖീൽ മാറൂൻ നഖാഷ് അത് അറബിയിലേക്ക് കൊണ്ടുവന്ന ഒരു കിതാബാണ്. രണ്ടും ശരിയാണ്. കിതാബുൽ ബുഖലാ ജാഹിദിന്റെ കിതാബാണ്. വളരെ പ്രധാനപ്പെട്ട ജാഹിദിന്റെ മഷ്ഹൂറായ ഒരു കിതാബാണ്. ബഖീൽ നമുക്കറിയാം മാറൂൻ നഖാഷിൻ്റെതാണ്. മുസ്രത്തുൽ ബഖീൽ അതിന്റെ അസ്ല് ഫ്രഞ്ച് റൈറ്ററായ മുള്ളർ എഴുതിയതാണ്. അതിനെ മാറൂൻ നഖാഷ് അറബിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ബഖീലാണ് അറബിയിലെ ആദ്യത്തെ മസ്രഹിയ. രണ്ടും ശരിയാണ്. ഇതിന്റെ ആൻസർ ഒന്ന് നോക്കൂ. നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ താഴെ പറഞ്ഞ ശരിയായ സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ്. നമുക്കറിയാം, നദറാത്ത് മുസ്തഫൽ മൻഫലൂത്തിയുടെ പ്രധാനപ്പെട്ട കിതാബുകളിൽപ്പെട്ട ഒന്നാണ്. 3 ജുസാണ്. മക്കാലയാണ് അതിൽ വിഷയം. നദറാത്തിന്റെ വിഷയം മക്കാലയാണ്. കിതാബ് നദറാത്ത് മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തിയുടെ കിതാബാണ്. 3 ജുസുകളാണ്. മക്കാലത്തുൽ അദബിയാണ്. ഇജ്തിമായിയും ഇൻസാനിയുമായ മക്കാലകളാണ് വളരെ ഇഫക്റ്റീവായ രൂപത്തിൽ മുസ്തഫ അൽ മൻഫലൂത്തി നദറാത്തിൽ പറയുന്നത്. മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി നമുക്കറിയാം ഒരു മിസ്രി കാത്തിബാണ്. അദബുൽ അറബി അൽ ഹദീസിലെ പ്രഗത്ഭനാണ്. 1876 ജനിച്ച് അസ്ഹറിലൊക്കെ പഠിച്ച് ക്ലാസിക്കി അറബിയിൽ ആകർഷനായി പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ എഴുതി. അൻ നദറാത്ത് മക്കാലത്താണ്. അൽ അബറാത്ത് അത് കിസ്സയാണ്. പിന്നെ മാഗ്ദുലീൻ ഫി സബീലി താജ് പോലത്തെ കിതാബുകളൊക്കെ ഫ്രഞ്ച് ഭാഷയിൽ നിന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. 1924 വഫാത്തായി മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി. അപ്പോൾ നദറാത്ത് 3 ജുസാണ്. മക്കാലയാണ് അതിലെ വിഷയം. മക്കാലകളുടെ സമാഹാരമാണ് നദറാത്ത്. എന്നാൽ ഇതിനൊന്ന് ആൻസർ ചെയ്യും. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നസീബ് അലിയുള്ള. മഹജറിൽ നിന്നും ചോദിക്കപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മഹജർ ലിറ്ററേച്ചറിൽ നിന്ന് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സിലബസ് നന്നായി നോക്കണം.
അതോടുകൂടെ സിലബസിൽ പേരെടുത്ത് പറയാത്തവരാണെങ്കിലും പ്രധാനപ്പെട്ട ഉദബാക്കൾ, അതുപോലെ നെറ്റിനും കേട്ടറ്റിനൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ, ഇവരെയൊക്കെ ജസ്റ്റ് നോക്കി വെക്കണം. നസീബ് അരിത മഹ്ജർ ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട ഒരു അദീബാണ്. നമുക്കറിയാം. ഇവിടെ എന്താ 2 പോയിന്റാണ് മനസ്സിലാക്കേണ്ടത്. അറ്റ്ലാന്റിക്കിയ എന്ന ഒരു പ്രസ് സ്ഥാപിച്ചു. അവിടുന്ന് മജലത്തുൽ ഫുനൂൻ തുടങ്ങി. ഇതാരാണ്? ന്യൂയോർക്കിൽ താമസിച്ച ആളുകളെ ഈ ഓപ്ഷനിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതിൽ അറ്റ്ലാന്റിക്കി പ്രസ് സ്ഥാപിച്ച് മജലത്തുൽ ഫുനൂൻ തുടങ്ങിയത് ആരാണെന്നാണ്? നസീബ് അരിതയാണ്. നമുക്കറിയാം, നസീബ് അരിത മഹ്ജർ ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ന്യൂയോർക്കിൽ താമസിച്ച് അറ്റ്ലാന്റിക്കി പ്രസ് സ്ഥാപിച്ചു. അവിടെ നിന്ന് മജലത്തുൽ ഫുനൂൻ തുടങ്ങി റാബിത്തുൽ ഖലമിയിലെ പ്രധാനപ്പെട്ട ഒരു മെമ്പറായിരുന്നു നസീബ് അരിത. ഓക്കെ, ഡീറ്റെയിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. സൂറത്തുൽ ഹയ്യ ലിൽ ഹയാത്തിൽ ഇജ്തിമാഇയ്യ ഫി മുഖ്തലിഫിൽ ബിആത്ത് അല്ലതി തഖല്ലബ ബിഹാ ദിജാൽ. ഇവിടെ കറക്റ്റ് ആൻസർ കിതാബുൽ മുഖദ്ദിമയാണ്. കിതാബുൽ മുഖദ്ദിമ. അൽ വഫയാത്തും അൽ മുവാസനത്തും കിതാബുൽ ഹയവാനൊക്കെ ആരുടേതാണെന്ന് നമുക്കറിയാം. ഇവിടെ ചോദ്യം സൂറത്തുൽ ഹയ്യ ഒരു ഹയ്യായ ലിവിങ് ചിത്രം നമുക്ക് തരുന്നു. ഹയാത്തിൽ ഇജ്തിമാഇയ്യ സോഷ്യൽ ജീവിതത്തിന്റെ മുഖ്തലിഫിൽ ബിആത്ത് വ്യത്യസ്ത എൻവയറമെന്റിലുള്ള, വ്യത്യസ്ത ബിയത്തിലുള്ള, അല്ലത്തി തഖല്ലബ ഫിഹാ ദിജാൽ ജനങ്ങൾ ജീവിച്ച. ഇവിടെ കറക്റ്റ് ആൻസർ മുഖദ്ദിമയാണ്. മറ്റ് ഓപ്ഷനുള്ള കിതാബുകളൊക്കെ ആരുടേതാണെന്ന് നോക്കി വെക്കണം. കിതാബുൽ മുഖദ്ദിമ ഇബ്നു ഖൽദൂന്റെ കിതാബാണ്. വഫയാത്തുൽ അയാൻ ഇബ്നു ഖല്ലിഖാന്റെ കിതാബാണ്. കിതാബുൽ മുവാസന ബൈനൽ മുതനബ്ബി വഖുസൂം വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. അധിക എക്സാമിന് ചോദിക്കപ്പെടുന്ന കിതാബാണ്. ആമുദിയുടെ കിതാബാണ്. കിതാബുൽ ഹയവാൻ ജാഹിദിന്റെ കിതാബാണ്. ഇവിടെ ആൻസർ ഇജ്തിമാഇയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് കിതാബുൽ മുഖദ്ദിമയാണ്. ഇവിടെ ഓപ്ഷൻ ഡിയിലുള്ള കിതാബുൽ ഹയവാൻ, അതിലും ഹയവാനുകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നതെങ്കിലും മറ്റ് ബിയത്തുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഓപ്ഷൻ ഉള്ളതിൽ കൂടുതൽ പറയുന്നത് മുഖദ്ദിമയാണ്. അതുകൊണ്ടാണ് മുഖദ്ദിമ ആൻസർ വന്നത്. താഴെ പറയുന്ന നുക്തകൾ വായിച്ച് ശരി ഏതൊക്കെ എന്ന് കണ്ടെത്താനാണ് ഇവിടെ ഹമദാനി, ഹാരിസ് ബിൻ ഹമ്മാം, അബുൽ ഫതുൽ ഇസ്കന്ദരി എന്നൊരു ജോഡി കൊടുത്തു. ഹരീരി, ഈസ ബിൻ ഹിഷാം, അബൂസീദ സറൂജി ഇങ്ങനൊരു ജോഡി കൊടുത്തു. എന്നിട്ട് ഇത് രണ്ടും ശരിയാണോ, ഒന്നാമത്തെ ശരിയും രണ്ടാമത്തെ തെറ്റുമാണോ, ഒന്നാമത്തെ ശരിയും ഒന്നാമത്തെ തെറ്റുമാണോ, അതല്ല രണ്ടും ശരിയാണോ? കറക്റ്റ് ആൻസർ രണ്ടും തെറ്റാണ്. ഇത് നമുക്കറിയാം മഖാമയിലെ ഷഖ്സിയാത്തുമായി ബന്ധപ്പെട്ടതാണ്. മഖാമ എന്ന് പറഞ്ഞാൽ അബ്ബാസി കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കലയായിരുന്നു. ബദിയുസ്സമാൻ അൽ ഹമദാനി, ഹരീരി ഇവരായിരുന്നു ഇതിലെ വളരെ പ്രധാനപ്പെട്ട റായിദുകൾ. റാവി, അതുപോലെ ബക്കൽ, ഇവരെ കുറിച്ചാണ് ചോദ്യം. റാവി എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പോർട്ട് ചെയ്യുന്ന ആള്. ആ മക്കാമുകള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ അഫ്ദലുമനൊക്കെ പഠിക്കുന്നുണ്ട്. അത് പഠിച്ചവർക്ക് മനസ്സിലാകും. ആ ഒരു ബുക്ക് ഒരു റാവി പറയുന്ന രൂപത്തിലാണ് ഉണ്ടാകുക. ഏതോ ഒരു ബത്തലിനെ കുറിച്ച് ഒരു റാവി ഇങ്ങനെ കഥ പറയുന്ന രൂപത്തിലാണ് മക്കാമ ഉണ്ടാകുക. അപ്പോൾ ഇവിടെ കൊടുത്തത് ഹമദാനി, ബദിയുസ്സമാൻ ഹമദാനിയുടെ മക്കാമയെ കുറിച്ച് പറയാണ്. അതിലുള്ള ഷഖ്സിയാത്ത് ഹാരിസ് ബിൻ ഹമ്മാമും അബുൽ ഫതുൽ ഇസ്കന്ദരിയുമാണ്. പക്ഷേ നമ്മൾ ആ മക്കാമ നോക്കുമ്പോൾ കാണാൻ കഴിയുക റാവി ഈസ ബിൻ ഹിഷാമാണ്, ഹാരിസ് ബിൻ ഹമ്മാം അല്ല. ബത്തലോ അബുൽ ഫതുൽ ഇസ്കന്ദരിയാണ്. അപ്പോൾ ഹാരിസ് ബിൻ ഹമ്മാം എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ബായില ഹരീരിയുടെ എടുക്കാം. അതിൽ പറയുന്നത് ഈസ ബിൻ ഹിഷാം, അബൂസീദ് സറൂജി. യഥാർത്ഥത്തിൽ ഹരീരിയുടെ എടുക്കല് റാവി ഹാരിസ് ബിൻ ഹമ്മാമാണ്.
പിന്നെ ആരല്ല? ഈസബിൻ ഹിഷാം അല്ല, ബക്കർ അബൂസൈദ് സറൂജി തന്നെയാണ്. അപ്പോൾ രണ്ടും തെറ്റല്ലേ? ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുള്ളൂ. രണ്ടും തെറ്റാണെന്നുള്ളതാണ്. ഹമദാനിയുടെ റാവിയെ അല്ല കൊടുത്തത്, ഹമദാനിക്ക് ഹരീറിയുടെ റാവിനെ കൊടുത്തു, ഹരീരിക്ക് ഹമദാനിയുടെ റാവിനെയും കൊടുത്തു. ഈ ഷിഅർ ആര് പാടി എന്നാണ്? അല്ല അക്റഹുന്നാസ് വല അൻദുറു അലാ അഹദിൻ വലകിന്നി ഇദാ ജിഅതു അക്ല ലഹ്മി മുഗ്തസിബി ഹിദാറുൻ ഹിദാറുൻ മിൻ ജൂഇ. ഇത് ആര് പറഞ്ഞു? നമുക്കറിയാം, മഹ്മൂദ് ദർവീഷ്. മഹ്മൂദ് ദർവീഷ് എന്താണ് ഇദ്ദേഹം പറയുന്നത്? അല്ല അക്റഹുന്നാസ്, എനിക്ക് ജനങ്ങളോട് ഒരു വെറുപ്പുമില്ല. വല അൻദുറു അലാ അഹദിൻ, ഞാൻ ആരെയും നിസാരമാക്കുന്നില്ല. വലകിന്നി, എങ്കിലും എനിക്കൊരു പ്രശ്നമുണ്ട്. ഇദാ ജിഅതു, എനിക്ക് വിശക്കുമ്പോൾ. എന്ത്? അക്ല ലഹ്മി മുഗ്തസിബി. മുഗ്തസിബ്, മുഗ്തസിബ് എന്ന് പറഞ്ഞാൽ എന്താ? പീഡകന്റെ ഇറച്ചി തിന്നാൻ എനിക്ക് വിശക്കുകയാണെങ്കിൽ ഹിദാറുൻ ഹിദാറുൻ, ഭയപ്പെടണം ഭയപ്പെടണം, മിൻ ജൂഇ, എന്റെ വിശപ്പിനെ. മഹ്മൂദ് ദർവീഷ് പറയാണ്, എനിക്ക് അനല അക്റഹുന്നാസ്, ഞാൻ ആരെയും വെറുക്കുന്നില്ല. വല അൻദുറു അലാ അഹദിൻ, ഞാൻ ആരെയും നിസാരനായി കാണുന്നില്ല. വലകിന്നി ഇദാ ജിഅതു, എങ്കിലും എനിക്ക് വിശക്കുകയാണെങ്കിൽ അക്ല ലഹ്മി മുഗ്തസിബി, പീഡകന്റെ ഇറച്ചി ഭക്ഷിക്കാൻ എനിക്ക് വിശക്കുകയാണെങ്കിൽ ഹിദാർ ഹിദാർ, ഭയപ്പെടണം ഭയപ്പെടണം, മിൻ ജൂഇ, എന്റെ വിശപ്പിൽ നിന്ന്. പറഞ്ഞത് മഹ്മൂദ് ദർവീഷ് ആണ്. നമുക്കറിയാം, മഹ്മൂദ് ദർവീഷ് ഷായറും ഫലസ്തീനിയും കബീറും, ഫലസ്തീനിലെ വലിയ കവിയാണ്. അസ്ർ ഹദീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളിൽപ്പെട്ട ഒരാളാണ്. 1941 ജനിക്കുന്നു. ഫലസ്തീനിലെ ബർവയിലാണ് ജനിക്കുന്നത്. പക്ഷേ 1948 നമുക്കറിയാം ഇസ്രായേൽ എന്ന ആ ഒരു രാജ്യം വരുന്നു. അതോടുകൂടെ ഇദ്ദേഹം ആ ഒരു തഹ്ജീർ, നാട് വിട്ടു പോവേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്റെ ഷിഅറിൽ വളരെ പ്രതിഫലിച്ചിട്ടുണ്ട്. ഷായർ ഫലസ്തീൻ എന്നറിയപ്പെടുന്നത് മഹ്മൂദ് ദർവീഷ് ആണ്. കാരണം അദ്ദേഹം ഫലസ്തീന്റെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച്, ഒരുപാട് പ്രയാസങ്ങളെക്കുറിച്ച് ഒക്കെ വ്യക്തമായി പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഔറാഖു സൈത്തൂൻ, ഔറാഖു സൈത്തൂൻ, ആശിഖുൻ മിൻ ഫിലസ്തീൻ ലിമാദാ തറക്കത്തുൽ ഹിസാന വഹീദ. യെസ്, ഔറാഖു സൈത്തൂൻ, ആശിഖുൻ മിൻ ഫിലസ്തീൻ ലിമാദാ തറക്കത്തുൽ ഹിസാന വഹീദ. ഇനി ബുക്സ് ഉണ്ട്. പക്ഷേ 2008 ഇദ്ദേഹം വഫാത്തായി, മഹ്മൂദ് ദർവീഷ്. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം, ഇപ്പൊ ചർച്ച ചെയ്യാം. ബഹറു അദ്ദുനിയ വമാ ഫീ യദിഹിം ഇല്ലൽ ഹിജാറ അല്ലാഉ കൽ ഖനാദീൽ വജാഉ കൽ ബിശാറ ഖാവമു വൻഫജറു വസ്തശ്ഹദു വബഖീനാ ദുബബൻ ഖുത്ബിയ്യ സഫഹത് അജ്സാദഹ ലിദ്ദൽ ഖറാറ ഖാതലു അന്നാ ഇലാ അൻ ഖുതിലു വബഖീനാ ഫീ മഖാഹീനാ കബസാഖിൽ മുഹാറബ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. എന്താ പറഞ്ഞു നോക്കാം. ബഹർ ദുനിയ, അവർ ദുനിയാവിനെ പ്രകാശിപ്പിച്ചു. നിസാർ ഖബനി എഴുതിയ വരികളാണ് അല്ലെ. അവർ ദുനിയാവിനെ പ്രകാശിപ്പിച്ചു. വമാ ഫീ യദിഹിം ഇല്ലൽ ഹിജാറ, അവരുടെ കയ്യിൽ കല്ലുകളല്ലാതെ ഇല്ല. അല്ലാഹു കൽ ഖനാദീൽ, അവർ വിളക്കുകളെപ്പോലെ പ്രകാശിച്ചു. വജാഉ കൽ ബിശാറ, അവർ സന്തോഷവാന്മാരായിട്ട് അവർ വന്നു, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന വസ്തുക്കളെ പോലെ അവർ വന്നു. ഖാവമു, അവര് മുഖാവമ ചെയ്തു, റെസിസ്റ്റ് ചെയ്തു. വൻഫജറു, അവർ പൊട്ടിത്തെറിച്ചു ഇസ്രായേലുകാരുടെ ബോംബുകളാൽ. വസ്തശ്ഹദു, അവർ ഷഹീദായി. പക്ഷേ ഇതൊക്കെ കണ്ട് നാളെ നമ്മിലേക്ക് വരില്ല എന്ന് കരുതി വബഖീന, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, കാത്തു നിൽക്കാണ്. ദുബബൻ ഖുത്ബിയ്യ, ആ ഒരു ഖുത്ബിയായ കരടികളെ പോലെ. ഖുത്ബി എന്ന് പറഞ്ഞാൽ ധ്രുവക്കരടികൾ എന്നറിയും. ധ്രുവക്കരടികൾ തണുത്ത പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരെ പോലെ നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. എന്നിട്ടോ സഫഹത് അജ്സാദഹ ലിദ്ദൽ ഹറാറ, ചൂടിനെതിരെ
നമ്മളുടെ ശരീരങ്ങളെ നമ്മൾ പ്രതിരോധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചൂട് ഏൽക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് സുഖമായിട്ട് ഇനി ബോംബിന്റെ ചൂടൊന്നും നമ്മിലേക്ക് വരില്ല എന്ന് കരുതി ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുകയാണ്. ഖാതലു അന്നാ ഇലാ അൻ ഖുതിലു, നമുക്ക് വേണ്ടി അവർ അവിടെ ഇങ്ങനെ കൊല്ലപ്പെടുന്നു. ഖാതലു, അവര് യുദ്ധം ചെയ്തു, അന്ന നമുക്ക് വേണ്ടി, ഇലാ അൻ ഖുതിലു, എന്നിട്ട് അവരിങ്ങനെ കൊല്ലപ്പെടുന്നു. ഫബഖീന, നമ്മളോ, നമ്മൾ ശേഷിക്കുന്നു, ഫി മഖാഹിന, നമ്മളുടെ മഖഹകൾ. മഖഹ മീൻസ് കഫ, കോഫി കഫ അല്ലേ, അതില് നമ്മൾ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുകയാണ്. കബസാഖിൽ മുഹാറബ, യുദ്ധം ചെയ്യുന്നവരുടെ തുപ്പലുകളെ പോലെ, ആ തുപ്പലുകൾക്ക് പോലും പറ്റാത്ത, അല്ലെങ്കിൽ അതിന്റെ വില പോലും ഇല്ലാത്ത നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കണം. അവർ മരിക്കുന്നതും കാത്ത്. അവരെല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മളിലേക്ക് എത്താൻ. ചോദിക്കുന്നത് ഇലാമ യുഷീറു അശ്ശാഇർ നസാർ ഖബാനി, നസാർ ഖബാനി എങ്ങോട്ടാണ് ഇത് ഇശാറത്ത് ചെയ്യുന്നത്? ഫി ഹദീസ് തൂർ, ഈ വരികളിൽ. അതെ, മുനാവലത്തു അത്ഫാൽ ഫിലസ്തീൻ ബികുല്ലി മാ വജദു മിനൽ അസ്ലിഹ ഹത്ത ലിജാറ, കല്ലടക്കമുള്ള, കല്ലാണെങ്കിൽ കല്ല്, അത്രയും ചെറിയ അല്ലെങ്കിൽ എന്ത് ആയുധങ്ങളാണ് അവർ കിട്ടുന്നത്, ആ ആയുധങ്ങളെ കൊണ്ട് അവര് മുനാവല ചെയ്യുന്നു, പോരാടുന്നു. റിജാൽ അറബ്, പക്ഷെ അറബികളോ യഖഅദൂന ഫിൽ മഖാഹി, കഫേകളിൽ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ അടുത്തേക്ക് ഈ ബോംബുകളൊന്നും വരില്ല എന്ന് കരുതി ഇരിക്കുകയാണ്. പറഞ്ഞത് നസാർ ഖബാനിയാണ്. ആശയം ഇതാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നസാർ ഖബാൻ നമുക്കറിയാം സിറിയൻ കവിയാണ്. എക്സാമ്പിൾക്ക് ചോദിക്കാറുണ്ട്. പ്രശസ്തനാണ്. 1923 ദിമിഷ്കിൽ ജനിക്കുന്നു. ഹുഖൂഖ് പഠിക്കുന്നു. ഡിപ്ലോമാസിയ, ഡിപ്ലോമാറ്റിക് മേഖലയിൽ വർക്ക് ചെയ്യുന്നു കുറെ വർഷം. ഹുബ്ബ് മറയത്ത് വിഷയത്തിൽ പ്രശസ്തനാണ്. ചോദിക്കും, സാധ്യത ഉണ്ട്. ഹുബ്ബ് മറയത്തിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ വെച്ച് ചോദിച്ചിട്ട് ഇഷ്തഹറ ബിഷേരി ഹുബ്ബി വൽ മറ, പിന്നെ ഷീറു സിയാസിയിലേക്ക് പോയി. 1967 നക്സയുടെ ശേഷം നമുക്കറിയാം 6 ഡേ വാർ, 6 ദിവസത്തെ യുദ്ധം. ഇസ്രായേലും അറേബ്യയിലെ മിസ്ർ, ജോർദാൻ, ലബനാൻ, ഇറാഖ് പോലത്തെ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളൊക്കെ പാടെ ഒരു ടീമും ഇസ്രായേലിന്റെ ടീമും 6 ദിവസം കൊണ്ട് മുന്നൊരുക്കങ്ങൾ അറബികളുടെ അടുക്കൽ മുന്നൊരുക്കൽ വെറും 6 ദിവസം കൊണ്ട് ആ യുദ്ധം അറബികൾക്ക് തോൽക്കേണ്ടി വന്നു. വലിയൊരു പ്രശ്നമായിരുന്നു. അറബികൾക്ക് കിട്ടിയ വലിയൊരു ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ വലിയൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു 1967 യുദ്ധം. അതുവരെ നാളെ ഇസ്രായേലിനെ കീഴടക്കും, നാളെ, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും ഇസ്രായേലിന് അവിടുന്ന് കെട്ടിക്കുമെന്ന് കരുതിയിരുന്ന പല വ്യക്തികളും പല അറേബ്യൻ രാജ്യങ്ങളും 1967 യുദ്ധത്തോടു കൂടെ അവർക്ക് അവരുടെ പല ശ്രമങ്ങളിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഏതായാലും ആ യുദ്ധത്തിന് ശേഷം നസാർ ഖബാനി രാഷ്ട്രീയമായിട്ട് ഒരുപാട് കവിതകൾ എഴുതി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളിൽപ്പെട്ടതാണ് ഖാലത്തിയ സമ്ര, റസ്മു ബിൽ കലിമാത്, ഹവാഷിം അലാ ദഫ്തറിൻ നക്സ. ഇനിയുമുണ്ട്, പ്രധാനപ്പെട്ട മാത്രമാണ് കൊടുത്തത്. 1998 അദ്ദേഹം വഫാത്താകുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കവിതകൾ പ്രശസ്തമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ശുക്രൻ ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.